ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആദം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പിതാവിന് രണ്ട് ഭാര്യമാരിലുണ്ടായ അർദ്ധ സഹോദരന്മാരുടെ കഥയാണ്. ആദ്യ ആൾ മൈക്കിൾ ഒരു ശാസ്ത്രജ്ഞനാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമാണ് ഇന്ന്. അത് ആഘോഷിക്കാൻ വേണ്ടി തൻ്റെ കമ്പനി തനിക്ക് വലിയൊരു പാർട്ടി നൽകുന്നു. അതോടൊപ്പം തൻ്റെ മേലുദ്യോഗസ്ഥൻ നല്ലൊരു ജോബ് ഓഫറും അവന് നൽകുന്നു. മൈക്കിൾ ആകെ സന്തോഷത്തിൻ്റെ വക്കിലാണ്. ഇതേ സമയം അടുത്ത ആളായ ബ്രൂണോ ഒരു ടീച്ചറാണ്. ഈ ദിവസം ബ്രൂണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയം സുന്ദരിയായ തൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ ഇമവെട്ടാതെ നോക്കുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ പഠിപ്പിക്കുകയാണ് ബ്രൂണോ. ക്ലാസ് കഴിഞ്ഞ് ബ്രൂണോയോട് ആ പെൺകുട്ടി വളരെ അടുപ്പത്തോടെ വന്ന് സംസാരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മൈക്കിൾ തൻ്റെ ജോലിയെല്ലാം രാജിവെച്ച് തൻ്റെ ഫ്ലാറ്റിൽ കിടക്കുന്നു. ഈ നിമിഷം തൻ്റെ പഴയകാല പ്രണയിനിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവനെ തേടിയെത്തുന്നു. താൻ പല രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തിയെങ്കിലും ജീവിതത്തിൽ അവൻ വലിയ പരാജയമാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നു. പെട്ടെന്ന് തന്നെ താൻ തൻ്റെ ജീവിതത്തിൽ നിധി പോലെ കാത്തുവെച്ച തൻ്റെ പഴയകാല വസ്തുക്കൾ എടുക്കുന്നു. അതിൽ തൻ്റെ കാമുകിയായ ഇസബെല്ലയുടെ ഫോട്ടോകളും അതിലെ കത്തുകളും അവൻ കാണുന്നു. അതിൻ്റെ ഓർമ്മകൾ മറ്റും അയവിറക്കുന്നു. അടുത്ത ദിവസം ബ്രൂണോ മൈക്കിളിനെ കാണുന്നു. അവൻ്റെ വിഷമങ്ങൾ മൈക്കിളിനോട് പറയുകയും അമിതമായി തുടർന്നുള്ള ദിവസങ്ങളിൽ മദ്യപിച്ച് തൻ്റെ വിഷമത്തിൽ നിന്ന് കരയേറുവാൻ ശ്രമിക്കുന്നു. അടുത്ത ദിവസം ബ്രൂണോ ക്ലാസ് അവസാനിപ്പിച്ച് കുട്ടികളെല്ലാം പോകുന്നു. ആ സുന്ദരി മാത്രം ഒരു ഡൗട്ടുമായി ക്ലാസ്സിൽ ഒറ്റയ്ക്ക്. ബ്രൂണോ തൻ്റെ ടേബിളിൽ നിന്ന് എണ്ണീച്ച് അവളുടെ അടുക്കലായി ഇരിക്കുന്നു. കൈകൊണ്ട് കലാപരിപാടികൾ ആരംഭിച്ച് പിന്നീട് ബ്രൂണോ എന്തോ ഒരു സാധനം കാണിച്ചപ്പോൾ പെൺകുട്ടി പേടിച്ചു അവിടെ നിന്ന് പോകുന്നു. ബ്രൂണോ വീണ്ടും ആകെ വിഷമത്തിലാകുന്നു. ഈ നിമിഷം ബ്രൂണോ തൻ്റെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നു. അമ്മയോടൊപ്പമുള്ള കാർ യാത്ര. അധികമായി ലൈംഗികാസക്തിയുള്ള ബ്രൂണോ അമ്മയെപ്പോലും വെറുതെ വിടുന്നില്ല. തൻ്റെ നോട്ടം പല ഭാഗത്തേക്കും പോകുന്നു. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം മാത്രം. അതുകൊണ്ട് തന്നെ പിതാവ് പോയതിനു ശേഷം പല ചെറുപ്പക്കാരുമായി ജീവിതം നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചു കൊണ്ടുപോകുന്നു. വീട്ടിൽ വെച്ചുള്ള അമ്മയുടെ പല പരിപാടികളും ഒളിഞ്ഞും തെളിഞ്ഞും കണ്ടുകൊണ്ട് ബ്രൂണോ തൻ്റെ ബാല്യകാലം ലൈംഗിക ആസക്തിയിൽ വളർച്ചയുടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നു. തൻ്റെ ബാല്യകാലത്തിൽ ബ്രൂണോയും അമ്മയും മൈക്കിളിനെ കാണുവാൻ വരുന്നു. അമ്മയോടും മുത്തശ്ശിയോടൊപ്പം വളരുന്ന മൈക്കിളിൻ്റെ കൂടെ ബ്രൂണോയെ നിർത്തി അമ്മ പോകുന്നു. മൈക്കിൾ തൻ്റെ അർദ്ധ സഹോദരനായ ബ്രൂണോ ആദ്യമായാണ് കാണുന്നത്. അതുകൊണ്ട് അവനോടൊപ്പമുള്ള ഒരു സൗഹൃദം പുതുക്കുന്നു. അതിനുശേഷം തൻ്റെ പല കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുന്നു. ഒരു താല്പര്യമില്ലാതെ ബ്രൂണോ പെട്ടെന്ന് മൈക്കിളിൻ്റെ അമ്മ അവിടേക്ക് വരുന്നത് ഇത് കണ്ടതും ബ്രൂണോ വളരെയധികം ചാർജാകുന്നു. അപ്പോൾ തന്നെ ബ്രൂണോയുടെ അമ്മയും അവിടേക്ക് വരുന്നു. പരസ്പരം പരിചയപ്പെടുന്നു. കുറച്ച് പൈസ നൽകി തിരികെ പോകുന്നു. ഇതാണ് ബ്രൂണോയുടെ ബാല്യകാലം. മൈക്കിൾ തൻ്റെ കാമുകിയെ കാണുവാൻ വേണ്ടി വർഷങ്ങൾക്ക് ശേഷം വരുന്നു. തൻ്റെ അയൽക്കാരനായ മൈക്കിളിനെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് ആ സന്തോഷം ആ കുടുംബം പ്രകടിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം മൈക്കിൾ ഇസബെല്ലയെ കാണുന്നു. തൻ്റെ ബാല്യകാല ഓർമ്മകൾ പരസ്പരം അവർ പങ്കുവയ്ക്കുന്നു. ആ ദിവസം സന്തോഷമുള്ള ദിവസം. ജീവിതത്തിൽ ആദ്യമായി മൈക്കിളിനെ ഇസബെല്ല ചുംബിച്ചുകൊണ്ട് തൻ്റെ പ്രണയത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് മൈക്കിൾ ഇസബെല്ലയ്ക്ക് തെളിയിച്ചു കൊടുക്കുന്നു. എല്ലാം കൊണ്ടും ഇസബെല്ലയുടെ കുടുംബം വലിയ സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള തീരുമാനം മൈക്കിൾ എടുക്കുന്നു. അത് ഇസബെല്ലയുടെ കുടുംബം അംഗീകരിക്കുകയും ചെയ്യുന്നു. അടുത്ത ദിവസം ബ്രൂണോയോട് തൻ്റെ തീരുമാനങ്ങളെല്ലാം മൈക്കിൾ പറയുന്നു. തിരിച്ച് ഇസബെല്ലയെ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ബ്രൂണോ വീണ്ടും വലിയ നിരാശയിലാകുന്നു. വ്യഭിചാരികൾക്ക് പോലും തന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോൾ അവൻ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോകുന്നു. അവിടെ വെച്ച് ക്രിസ്ത്യാന എന്നൊരു പെൺകുട്ടിയെ ബ്രൂണോ പരിചയപ്പെടുന്നു. അവളുമായി തൻ്റെ ജീവിതം സന്തോഷത്തിലാകുമെന്ന് അവൻ തീരുമാനിക്കുന്നു. ഇതിന് ക്രിസ്ത്യാനയും സമ്മതം മൂടുന്നു. പിന്നീട് ബ്രൂണോയുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു. ഈ നിമിഷം ഇസബെല്ലയ്ക്ക് ഒരസുഖം ബാധിക്കുന്നു. ആശ്വാസത്തിനായി മൈക്കിൾ ഓടിയെത്തുന്നു. അവൻ്റെ പരിചരണം ഇസബെല്ലിനെ പെട്ടെന്ന് രോഗവിമുക്തിയാക്കുന്നു. ഒരു ദിവസം പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ക്രിസ്ത്യാന തളർന്നു വീഴുന്നു. ശരീരഭാഗം മുഴുവനും അവളുടെ തളർന്നു പോകുന്നു.
ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ അവളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നു. വീണ്ടും നിരാശയിലേക്ക് ബ്രൂണോ. ആശ്വാസത്തിനായി മൈക്കിളും ഇസബേലും തൻ്റെ സഹോദരനെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ശുഭം. ഇനിയും ഇതേപോലുള്ള നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.